നമസ്തേ. നിങ്ങളുടെ ഒരു വോട്ട് കിട്ടിയ വേലി, 140 കോടി ജനങ്ങളുടെ കവചം, പശ്ചിമ ബംഗാളിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇത് നിങ്ങൾ തന്നെ എഴുതിയ ചരിത്രമാണ്. നിങ്ങളുടെ ഒരു വോട്ടിന്റെ ശക്തിയാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി 4096 കിലോമീറ്റർ, അതിൽ 2016 കിലോമീറ്റർ നിങ്ങളുടെ ബംഗാളിൽ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷമായിട്ടും ആ അതിർത്തി തുറന്നു കിടക്കുന്നു. ഓരോ രാത്രിയും നൂറുകണക്കിന് ആളുകൾ അനധികൃതമായി കടന്നു വന്നു. മയക്കുമരുന്ന്, ആയുധം, കള്ളനോട്ട്, മനുഷ്യക്കടത്ത് എല്ലാം ഈ വഴി ബംഗാളിന്റെ മണ്ണ്, ജോലി, സംസ്കാരം എല്ലാം പതുക്കെ കൈവിട്ടുപോയി. പക്ഷേ നിങ്ങളുടെ തീരുമാനം, ദേശീയ സുരക്ഷയ്ക്ക് വോട്ട് ചെയ്തു. ഇന്ന് ആ അതിർത്തി മാറുകയാണ്. വേലി ഉയരുകയാണ്. രാജ്യം സുരക്ഷിതമാവുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫെൻസിംഗ് ഇതിനോടകം 80% പൂർത്തിയായി. അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്ററിനുള്ളിൽ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നു. BSFന് പൂർണ്ണ അധികാരം. സ്മാർട്ട് ഫെൻസിംഗ്, തെർമൽ ക്യാമറ, ഡ്രോൺ, സെൻസർ, ലേസർ വാൾ. നുഴഞ്ഞുകയറ്റം തടയാൻ BSF കണക്ക് പ്രകാരം 2023 മാത്രം 4422 പേരെ അതിർത്തിയിൽ പിടികൂടി. കന്നുകാലി കടത്ത് നടത്താൻ ഓരോ വർഷവും ലക്ഷക്കണക്കിന് കന്നുകാലികൾ ബംഗ്ലാദേശിലേക്ക്. മയക്കുമരുന്ന് തടയാൻ യാബ ഗുളികകൾ മാൽദ, മുർഷിദാബാദ് വഴി ഇന്ത്യയിലേക്ക്. 2014 ഖഗ്രഗൺ സ്ഫോടനം ഓർമ്മയില്ലേ? JMB ഭീകരർക്ക് ബംഗാൾ താവളമായി. സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കാൻ മനുഷ്യക്കടത്തിന്റെ പ്രധാന റൂട്ടാണ് ഈ അതിർത്തി. നിങ്ങളുടെ റേഷൻ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഭൂമി സ്വന്തം പൗരന്മാർക്ക് ഉറപ്പാക്കാൻ ഫലം 2014 മുൻപ് വർഷം 20,000-ലധികം അനധികൃത കടന്നുകയറ്റം. ഇന്നത് 75% കുറഞ്ഞു. മാൽദയിലെ കലിയാചക്, മുർഷിദാബാദിലെ സൂതി, വടക്കൻ 24 പർഗാനാസിലെ ബസിർഹത്ത്, ഇവിടെയെല്ലാം ഇന്ന് വേലി ഉയരുന്നു. ജനസംഖ്യ സന്തുലനം തകർന്ന അതിർത്തി ഗ്രാമങ്ങൾ ഇന്ന് ശ്വാസം വിടുന്നു. ഇതാണ് നിങ്ങളുടെ ഒരു വോട്ടിന്റെ വില. രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷിതമാകുമ്പോൾ മനുഷ്യാവകാശം എന്ന് പറഞ്ഞ് നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി കേസ് നടത്തുന്നു. മതേതരത്വം എന്ന് പറഞ്ഞ് വേലി കെട്ടുന്നതിനെ എതിർക്കുന്നു. കാരണം വേലി വന്നാൽ അവരുടെ വോട്ട് ബാങ്ക് പൊളിയും. കയ്യേറ്റം പൊളിച്ചാൽ ന്യൂനപക്ഷ വേട്ട എന്ന് വിളിക്കും. അവരോട് ഒരൊറ്റ ചോദ്യം: നിങ്ങളുടെ വീടിന് മതിൽ കെട്ടുന്നത് വെറുപ്പ് കൊണ്ടാണോ? കള്ളൻ കയറാതിരിക്കാനല്ലേ? നിങ്ങളുടെ പറമ്പിൽ അന്യൻ കുടിൽ കെട്ടിയാൽ പൊളിക്കില്ലേ? അതോ കൈകൂപ്പി നിൽക്കുമോ? അത് നിങ്ങളുടെ വീടിന്റെ സുരക്ഷ. ഇത് 140 കോടി ജനങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ. ബംഗാളിലെ ജനങ്ങളോട് നുഴഞ്ഞുകയറ്റത്തിന്റെ ഏറ്റവും വലിയ ഇര നിങ്ങളാണ്. നിങ്ങളുടെ ജോലി പോകുന്നു, നിങ്ങളുടെ ഭൂമിയുടെ വില ഇടയുന്നു, നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ ഉത്സവങ്ങൾ എല്ലാം അപകടത്തിൽ. അതിർത്തി സുരക്ഷിതമായാൽ ബംഗാൾ സുരക്ഷിതം. ബംഗാൾ സുരക്ഷിതമായാൽ ഇന്ത്യ സുരക്ഷിതം. വേലി കിട്ടുന്നത് സ്നേഹം കൊണ്ടാണ്, സ്വന്തം മക്കളെ സംരക്ഷിക്കാനുള്ള സ്നേഹം. അനധികൃത കെട്ടിടം പൊളിക്കുന്നത് നീതി കൊണ്ടാണ്. ഈ മണ്ണിന്റെ അവകാശം ഈ മണ്ണിന്റെ മക്കൾക്ക് മാത്രമെന്ന നീതി. ഇത് വെറുപ്പിന്റെ രാഷ്ട്രീയമല്ല, അതിജീവനത്തിന്റെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്തുമാകട്ടെ, ജാതി എന്തുമാകട്ടെ, മതം എന്തുമാകട്ടെ, വോട്ട് ചെയ്യുമ്പോൾ ഒരേ ഒരു കാര്യം നോക്കുക: ആരുടെ കയ്യിൽ എന്റെ രാജ്യം സുരക്ഷിതം? കാരണം രാജ്യമില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയമില്ല. നീയില്ല, ഞാനില്ല. നിങ്ങളുടെ ഒരു വോട്ടാണ് അതിർത്തിയിലെ പട്ടാളക്കാരന്റെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്. അത് പാഴാക്കരുത്. ദേശീയതയ്ക്കൊപ്പം നിന്നാൽ പശ്ചിമ ബംഗാൾ നിവാസികളെ, ഇത് നിങ്ങളുടെ ഒരു വോട്ടിന്റെ ഫലമാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഫെൻസിംഗ് അതിർത്തിയിൽ നിന്നും 15 കിലോമീറ്ററിനുള്ളിലെ നിയമവിരുദ്ധ കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും പൊളിച്ചു നിൽക്കാൻ കേന്ദ്ര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നു. രാജ്യം സുരക്ഷിത കരങ്ങളിലേക്ക്. ഹിന്ദു രക്ഷാ മമാദി